ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു മച്ചാന്മാരെ. അപ്പോഴാണ് വീടിൻ്റെ അടുത്തുള്ള ഏട്ടൻ വിളിച്ചിട്ട് പറഞ്ഞത്, വാടാ നമുക്ക് എവിടെയെങ്കിലും നൈസായിട്ട് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കഴിഞ്ഞ ദിവസം റീല് കണ്ടായിരുന്നു, ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്. അപ്പോൾ അവിടെ നല്ല മലയുടെ മേളിലൊരു പണ്ട് കാലത്ത് ഒരു ബസ്സൊക്കെ കിടക്കണത്. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആയി, നമുക്കെന്താ അവിടെ വിടാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവിടെ പോവാമെന്നാണ് ഞാൻ തീരുമാനിച്ചിറങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഫുൾ വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക. അപ്പോൾ എൻജോയ്. ഈ ടൈമിനൊക്കെ പക്ഷേ എന്താണെന്നറിയില്ല, നല്ല ചൂടല്ല, ഇത്രയും വെയിലുണ്ടായിട്ട് തന്നെ നമുക്കധികം ചൂടൊന്നും ഫീൽ ചെയ്യണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും പോകാൻ പറ്റിയ സ്ഥലം തന്നെയാണിത്. ഇപ്പം ഞങ്ങൾ നടന്നിപ്പോൾ മലയുടെ പകുതിയോളം കയറി കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് ജീപ്പിന് വേണമെങ്കിൽ ജീപ്പിന് പോകണമെങ്കിൽ ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ആയിട്ട് അവർ ജീപ്പിന് മേളിൽ കൊണ്ടുപോയിടും. നടന്ന് കയറുന്നത് തന്നെയാണ് നല്ല എക്സ്പീരിയൻസ്. നമുക്ക് സൈഡിലുള്ള സ്ഥലങ്ങളൊക്കെ കാണാം, പാറകളിൽ കയറി ഇരിക്കുക, ഫോട്ടോസ് എടുക്കുക, അങ്ങനെ കുറേ ഹെൽപ്പുകളുണ്ട്. പക്ഷേ രസം നടന്ന് കയറാൻ തന്നെ. ഞാൻ പറഞ്ഞ പോലെ കണ്ടോ, ഇപ്പോൾ നമ്മൾ നടന്ന് കയറി ഭാഗമായപ്പോഴേക്കും നേരത്തെ ജീപ്പിന് പോയ ടീംസ് അടിയിലോട്ട് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നതെന്ന്. അപ്പോൾ കണ്ടോ, ഇപ്പോൾ ജീപ്പിൽ നമുക്ക് നല്ല വ്യൂവിൽ കണ്ടൊക്കെ വരാവർക്ക് എന്നുവെച്ചാൽ ഫാമിലി ആയിട്ടുള്ളവർക്കാണ്ടോ ഇത്തിരി കൂടി ഗുണം. അല്ലാതെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് നടന്ന് കയറുന്നത് തന്നെയാണ് രസം. അല്ലാണ്ട് ജീപ്പിൽ വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ല. പിന്നെ എന്തായാലും മേളിലോട്ട് കയറുമ്പോൾ നമ്മൾ കുറച്ച് കയ്യിൽ വെള്ളം കരുതണം, നല്ലതായിരിക്കും. നല്ലപോലെ നമ്മൾ ടയേർഡാവും, അതുകൊണ്ട് വെള്ളം കയ്യിലൊക്കെ പിടിക്കണം നല്ലതായിരിക്കും. പിന്നെ ക്യാമറയൊക്കെ ഉള്ളവരാണ് ക്യാമറയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ നടന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു പോലീസ് സ്റ്റേഷൻ പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. ഇവിടെ എല്ലാം നമുക്ക് കാണാനുള്ളതെന്ന് വെച്ചാൽ കുറച്ചുകൂടി നടന്നു പോകുമ്പോൾ ഒരു പണ്ട് കാലത്തൊരു ബസ് കാണാം, ഇപ്പോൾ എത്തും. അപ്പോൾ നമ്മളവിടെ പോയപ്പോൾ അവിടെ കുറച്ച് റീൽസൊക്കെ എടുക്കണ്ടായിരുന്നു. അതുകൊണ്ട് അധികം അങ്ങോട്ട് ഫോക്കസ് ചെയ്യാണ്ടാണ് വീഡിയോ എടുത്താക്കണത് തന്നെ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കണ്ടില്ലേ, റൈറ്റ് സൈഡിലൊരു പാറ കണ്ടില്ല, അതൊക്കെ അതിൻ്റെ മേളിൽ കയറുന്ന ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമാണ്. പിന്നെ അവിടെ നമുക്ക് റീൽസ് എടുക്കുക, അങ്ങനെ നല്ല വ്യൂ ആണ് അവിടെ നിന്ന് നോക്കാൻ. നമുക്ക് നല്ല രസമായിരിക്കുള്ളൂ അവിടെ നിന്ന് നോക്കാൻ. അടിയിലോട്ട് നോക്കുമ്പോൾ പുഴകളും നല്ല കോട മഞ്ഞ് പോലത്തെ സംഭവങ്ങളും വീടുകളും നല്ല രസമാണ് നമുക്ക് മേളിൽ നിന്ന് അടിയിലോട്ട് നോക്കാൻ. ആ പാറയുടെ മേളിൽ നിൽക്കുമ്പോഴാണ് ഒരു അടിപൊളി വ്യൂ കിട്ടുന്നത്. നമുക്ക് ആ പാറയുടെ മേളിൽ നല്ല പോലെ ഒരു ഫോട്ടോസും അങ്ങനെ സ്കൈ വ്യൂ ഉള്ള ഒരു ഫോട്ടോസും എല്ലാം എടുക്കാൻ പറ്റിയൊരു കറക്റ്റ് സ്ഥലമാണത്.
ഇതാണപ്പോൾ അതിൻ്റെ ഏറ്റവും മേളിൽ നമ്മൾ എത്തി. മേളിലെത്തുമ്പോൾ അവിടെ ഒരു പങ്ക പോലത്തെ സംഭവങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇവിടെയാണ് ആ വ്യൂ. ഇതാണ് ആ ബസ്. പണ്ട് കാലത്ത് എന്തോ പോലീസ് സ്റ്റേഷനോ അങ്ങനെ എന്തോ ഒരു സംഭവമായിട്ട് വരും. ഇവിടെ നടിയിലോട്ടൊക്കെ നല്ല വ്യൂ ആട്ടോ, നല്ല രസമോ. ഇവിടെ എന്ന് വെച്ചാൽ അധികം ചൂടില്ല, നല്ല തണുപ്പ് കാറ്റും സംഭവങ്ങളും എല്ലാമായിരുന്നു. അപ്പോൾ നോക്കിക്കോളൂ, കണ്ടോ. അപ്പോൾ അവിടെ കുറേ പേര് കപ്പിൾസൊക്കെ ആയിട്ട് വരാൻ പറ്റിയ സ്ഥലമാണെന്ന് പറഞ്ഞാൽ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ അവിടെ പിന്നെ നമുക്ക് പറ്റാത്തതെന്ന് വെച്ചാൽ കുറേ വേസ്റ്റുകളുണ്ട്. അതൊന്നും അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടില്ല. അത് മാത്രമുള്ള ഒരു പോരായ്മയായിട്ടുള്ളൂ. അവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമ്മൾ വന്ന വഴിയും റോഡും ഒക്കെ ക്ലിയർ ആയിട്ട് കാണാം. നല്ല പക്കാ റോഡാണ് അവിടുത്തെ. എന്ത് സുഖമായിട്ട് ഓടിച്ചു പോകാമെന്നോ. അപ്പോൾ നമുക്കതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കി നമ്മൾ വന്ന വഴി, മലകൾ എല്ലാം കാണാം. അത് കഴിഞ്ഞിട്ടിപ്പോൾ ഞാൻ ബസ് കാണിക്കാവേ. ബസ്സെന്നും പറയാം, ഒരു പോലീസ് സ്റ്റേഷനാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഇതാണ് ബസ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് പോലീസ് സ്റ്റേഷനാണ്. ഇതൊക്കെ ഒരു സിനിമ എടുത്തിട്ടുള്ള ഒരു സ്ഥലമാണിത്. എന്തായാലും വഴി പൂഞ്ചിറ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയൊക്കെ നടന്ന സ്ഥലമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് ടെമ്പററി ക്ലോസ്ഡ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തോ കറണ്ടിൻ്റെ സംഭവങ്ങളൊരു കസേരയും കുറച്ച് സംഭവങ്ങളും ഒക്കെയാണ് ഇരിക്കണം. മണ്ണെണ്ണ അങ്ങനെയുള്ള സാധനങ്ങളും കലങ്ങളും ഒക്കെയാണ് ഇരിക്കണം. അതിൻ്റെ ഉള്ളിൽ ആർക്കും പ്രവേശനമില്ല. അത് താഴോട്ട് അടച്ചു പൂട്ടി വെച്ചാക്കിയാണ് അവർ. പിന്നെ ഈ പങ്ക നമുക്ക് എന്തിൻ്റെയാണെന്ന് മനസ്സിലാവുള്ളൂ. എനിക്കൊന്ന് പണ്ട് കാലത്ത് എന്തോ ആണെന്ന് തോന്നുന്നു. കുറേ നാളായി അവിടെ ഉള്ളത്. ഇതെന്തോ ഇലക്ട്രിസിറ്റിയുടെ സംഭവങ്ങളാണ് അവിടെ ഉള്ളായിരുന്നത്. പിന്നെ ഇതാണ് നമ്മൾ ഇറങ്ങി നിന്ന് കാണുമ്പോഴുള്ള വ്യൂ. മേഘങ്ങളും സൂര്യനും ഒക്കെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു അവിടെ. ഇതാണ് പിന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ ഉള്ള വ്യൂ എന്ന് പറയാൻ. ഇറങ്ങുമ്പോഴൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയത് ഒരു 4:30-ക്ക്. ഞങ്ങളുടെ വീടെന്ന് പറയുമ്പോൾ എറണാകുളത്തായതുകൊണ്ട് അവിടെ നിന്ന് എത്താൻ കുറേ ടൈമുള്ള കാരണം ഞങ്ങൾ 4:30 ആ സംതിങ്ങിന് ഇറങ്ങി. ഇരുട്ടാവും തോറും നമുക്ക് ടാസ്ക് ആവും വീട്ടിലെത്താൻ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആൾക്കാരൊക്കെ കൂടുതലും വന്നുകൊണ്ടിരുന്നത് ഫോട്ടോ എടുക്കാനും. അങ്ങനെ കപ്പിൾസും ഫാമിലീസും എല്ലാവരും വന്നുകൊണ്ടിരുന്നത് ആ ടൈമിനായിരുന്നു. ഈ വൈകിട്ടാവും തോറും നല്ല ഒരു ക്ലൈമറ്റായിരുന്നു. നല്ല തണുപ്പുള്ളൊരു ക്ലൈമറ്റായിരുന്നു. നല്ല രസവുമായിരുന്നു കാണാൻ. ഇപ്പോൾ ഉള്ള പോയിൻറ്റ്സിലൊക്കെ നമുക്ക് നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. നമുക്ക് സൈഡിൽ കൂടിയൊക്കെ ഇറങ്ങാം. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടി ഇറങ്ങാനൊക്കെ വഴിയുണ്ട്. കണ്ടില്ലേ? ഇപ്പോൾ ഞാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. കണ്ടോ അവിടെ അടിയിൽ വെള്ള ടീഷർട്ട് ഇട്ട് കുറച്ച് പേരൊക്കെ ഇരിക്കണുണ്ടോ? അതിൻ്റെ അടിയിലൊക്കെ പോയിരിക്കാൻ നല്ല നല്ല രസമാണ്. എന്നുവെച്ചാൽ വയസ്സായവരെയും കൊണ്ട് ഇറങ്ങരുത് നമ്മൾ. പിള്ളേർക്കൊക്കെ ഇറങ്ങാൻ പറ്റിയ കറക്റ്റ് സ്പോട്ടാണ് അവിടെ. നല്ല രസവുമാണ്, ഡേഞ്ചറുമാണ്. പക്ഷേ അതേപോലെ തെന്നിപ്പോയാൽ പോയി.
ഇപ്പോൾ കണ്ടോ നമ്മളെ പകുതിയോളം ഇറങ്ങുമ്പോഴേക്കും കണ്ടോ ഫാമിലീസ് ആയാലും കപ്പിൾസ് ആയാലും പിന്നെന്താ റിലേറ്റീവ്സ് എല്ലാവരും കൂടി ആയാലും വരുന്ന ഒരു ടൈമാണത്. നല്ല ക്ലൈമറ്റും നല്ല ശാന്തതയും ഉള്ളൊരു കറക്റ്റ് പ്ലേസാണത്. കാര്യം പറഞ്ഞാൽ നമുക്ക് മേളിലോട്ട് പോയാലൊരു മനുഷ്യർ ആരുടെ ശല്യമോ ഒന്നും ഉണ്ടാവില്ല അവിടെ. നല്ല നല്ല ഫോട്ടോസ് എടുക്കാം, അങ്ങനെ കുറേ ഉപകാരങ്ങളുണ്ട് അവിടെ. എല്ലായിടത്തും പോലെ ബീച്ചിൽ പോകണ പോലെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ടോ ഇപ്പം നമ്മൾ ഇറങ്ങി ഒരു മുക്കാൽ ഭാഗം കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ അടിയിലെത്താറായി. അപ്പം അതിൻ്റെ വ്യൂ ആണിത്. എന്ന് വെച്ചാൽ ഒരു നീണ്ട ഒരു വരിയായിട്ടാണ് കിടക്കണം, അല്ലാണ്ട് വളഞ്ഞ് പൊളഞ്ഞൊന്നും കയറേണ്ട ആവശ്യമില്ല നമുക്ക്. നല്ല മലകളും നല്ല അവിടെ റിസോർട്ടുകളും ആളുകളും എല്ലാവരും ഉണ്ട് അവിടെ. നമുക്ക് അടിയിൽ ചെല്ലുമ്പോൾ തന്നെ വെള്ളം മേടിക്കാനും ഐസ്ക്രീം മേടിക്കാനും കരിക്ക് മേടിക്കാനും ഉള്ള എല്ലാ പ്ലേസുകളും ഉണ്ട് അടിയിൽ. പിന്നെ ഇരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ പോയിട്ട്. ഇപ്പോൾ നമ്മളുണ്ട് നടന്ന് ഏറ്റവും അടിയിലെത്താറായി. കണ്ടോ ഇപ്പോൾ നമ്മൾ നടന്ന് അടിയിലെത്തി. കണ്ട ഇപ്പോൾ ആൾക്കാർ ഐസ്ക്രീമൊക്കെ കഴിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. നല്ല രസമാണ് ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് കയറുമ്പോൾ എന്താ ഒരു ഇതറിയില്ല. ഞങ്ങൾ അതേ വണ്ടി കയറി വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം തുടർന്ന് കാണുക. എനിക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പം നമ്മൾ റോട്ടിൽ നിന്ന് വരുമ്പോൾ ഈ ജീപ്പുകളൊക്കെ കിടക്കണ ഒരു വഴി ഉണ്ടാവും. ഇത് വഴി കയറിയാലേ നമുക്ക് കറക്റ്റ് അതിൻ്റെ മേളിലോട്ട് എത്താൻ പറ്റുള്ളൂ. ഇത് ഞാൻ ഫോൺ തിരിച്ച് കാണിക്കുന്നത് കണ്ട. ഈ വഴി മേളിലോട്ട് കയറണം, എന്നാലേ കറക്റ്റ് നമുക്ക് എത്താൻ പറ്റുള്ളൂ. കുറേ ജീപ്പുകളും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. റോഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് റോഡ്. എന്ത് സുഖമാണെന്ന് അറിയാം. നമുക്ക് ഒരു കട്ടറോ ഒന്നുമില്ല, നല്ല സ്ട്രെയിറ്റ് റോഡാണ്. നമുക്ക് എന്താ ഒരു മടുപ്പുണ്ടാവില്ല ഓടിച്ചു വരാൻ. നല്ല സ്മൂത്തായിട്ട് വണ്ടി പോയിക്കൊണ്ടിരുന്നോളൂ. നല്ല മലകളും സംഭവങ്ങളൊക്കെ കണ്ട് നമുക്ക് വണ്ടി ഓടിക്കാം. അപ്പോൾ ഞങ്ങളിതേ വന്നുകൊണ്ടിരുന്നപ്പോൾ കുറേ കാറുകളും എന്താ ട്രാവലേഴ്സും ബസ്സുകളും കിടക്കണം. അപ്പോൾ ചോദിച്ചപ്പോൾ എന്തോ സിനിമ ഷൂട്ടിംഗ് ആണോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കയറിയത്. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഷോർട്ട് ഫിലിം എടുക്കാൻ വന്നാക്കുന്നതാണെന്ന്.
അപ്പോൾ നല്ല ഷോർട്ട് ഫിലിംസ് എടുക്കാനായാലും സിനിമ എടുക്കാനായാലും പറ്റിയ സ്ഥലമാണ് ഇലവിഴ പൂഞ്ചിറ. നല്ല നല്ല വീടുകളും നല്ല നല്ല ആംബിയൻസും ഉള്ളൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിത് സ്ട്രെയിറ്റ് വിട്ടുകൊണ്ടിരിക്കുകയാണ് വണ്ടി. എന്ത് സ്മൂത്ത് റോഡാണെന്നറിയോ, നല്ല സ്മൂത്ത് റോഡായിരുന്നു. അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ കറക്റ്റായിട്ട് ചെറിയ ചെറിയ ചാറ്റൽ മഴകളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു. ആർക്ക് പോയാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കൂടെ ഓക്കെ മച്ചാന്മാരൊന്നും.